പോയിന്റിലേക്ക് വരാം. ഈ സർക്കാർ വന്ന് 9 കൊല്ലമായില്ലേ അല്ലേ? ഇപ്പോൾ എത്രയാണ് പെൻഷൻ? 1600. അപ്പോൾ 300-ൽ നിന്നും 1200 വരെ ആക്കിയ സർക്കാരിന് ക്രെഡിറ്റ് ഒന്നുമില്ല. 1200-ൽ നിന്നും 1600 ആക്കിയുള്ള 9 കൊല്ലമായി. എത്ര രൂപയുടെ വർധനവാണ്? 400 രൂപയുടെ വർധനവ്. 300-ൽ നിന്നും 1200 രൂപയാണോ നിങ്ങൾ കാണുന്നത്? 1200 അവരെന്താ ചെയ്തെന്നറിയോ? അവർ തോമസ് ഐസക് വന്നപ്പോൾ ഈ പെൻഷൻ ഏകീകരിച്ചു. അപ്പോൾ ഒരു ഗുണമുണ്ടായി. 600, ഞാനത് നമ്മൾ പറയുമ്പോൾ സത്യസന്ധമായി പറയണം, 600 ഉള്ളതും 1000 ആക്കി. 1200 എന്താക്കി? 1000 ആക്കി. 1500 ഉണ്ടായിരുന്നു, അതും 1000 ആക്കി. പിന്നെ 100 വെച്ചും 120 വെച്ചും കൂട്ടി 1600 ആക്കി. 2021 പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത്? ഓരോ വർഷവും വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കുമെന്ന് പറഞ്ഞു. ആ 1600-ൽ നിന്നും 1 രൂപ 9 കൊല്ലമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, ഞാൻ എച്ച് സലാമിന് ഇദ്ദേഹം കൊടുത്ത മറുപടിയല്ലേ വായിച്ചത്? ഓരോ വർഷവും 100 രൂപ വെച്ചും 200 രൂപ വെച്ചും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടാണ് പല താരിഫിൽ ഇത് കൊണ്ടുവന്നത്. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഈ പല താരിഫിലുള്ള ഇത്രയും പെൻഷൻ 18 മാസം കുടിശ്ശികയാണെങ്കിൽ അത് കൊടുക്കാൻ നിങ്ങളൊരു കണക്ക് കൂട്ടിയിട്ട് എത്ര കോടി രൂപ വേണം? നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഞാൻ വായിച്ചല്ലോ, ഓരോ താരിഫിലുള്ള 600, 800, 1200 ഒക്കെ താരിഫിലുള്ള അന്നത്തെ പെൻഷൻ 18 മാസം കുടിശ്ശികയാണെങ്കിൽ അത് കൊടുക്കാൻ എത്ര രൂപ വേണ്ടി വരും? ഒരു 4500, 5000 കോടി രൂപ വേണ്ടേ? അതിന് മേളിൽ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. പക്ഷേ വൈറ്റ് പേപ്പറിൽ പറയുന്നത് എത്രയാ? 1000 കോടി രൂപയാണ് പെൻഷൻ കുടിശ്ശികയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ കണക്ക്? എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഞാൻ നിയമസഭയിൽ ബാലഗോപാലൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ 18 മാസത്തെ കുടിശ്ശിക ഏതാണ്ട് 5000 കോടി രൂപ ഉണ്ടെങ്കിൽ അത് കൊടുത്തത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ്? അതൊന്ന് പറയൂ. വേറെ ഒന്നും വേണ്ട, ഞാൻ ഇവിടെ വെച്ചും ചോദിക്കുകയാണ്. അത് ഇവിടെ പ്രചരണത്തിന് കാണുമല്ലോ. ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ഈ 18 മാസത്തെ ഏതാണ്ട് 5000 കോടി രൂപ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത്? ആ ഹെഡ് ഓഫ് അക്കൗണ്ട് പറയൂ. അതിനുവേണ്ടി പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് ഏതാണ്? അത് പറയൂ. ആ ഉത്തരവ് കാണിക്കൂ. ഇത്രയും 18 മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ ആ കൊടുത്ത 5000 കോടി രൂപയോളം കൊടുക്കണമല്ലോ. ആ 5000 കോടി രൂപ ഇനി അത് ഇൻസ്റ്റാൾമെൻ്റ് ആയി കൊടുത്താണെങ്കിൽ അതിൻ്റെ ഒന്നാണ് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ആ പൈസ കൊടുത്തു, നമ്പർ 1. ഏത് സർക്കാർ ഉത്തരവ് പ്രകാരം അത് റിലീസ് ചെയ്തു, നമ്പർ 2. ഇതൊന്നുമില്ല. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അടുത്തൊരു സർക്കാർ ഉത്തരവ് വായിക്കാം. അടുത്ത ക്രൂരത എന്താണെന്നറിയോ? ഒരാൾക്ക് 1-ലധികം ക്ഷേമ പെൻഷൻ കിട്ടുമായിരുന്നു. തോമസ് ഐസക്കിൻ്റെ ഉത്തരവാണിത്. നിയമസഭാ ചോദ്യത്തിൽ ആ ഉത്തരവ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, വാർദ്ധക്യകാല പെൻഷനുള്ള ഒരാൾ കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി അംഗമാണെങ്കിൽ ആ പെൻഷൻ കിട്ടുമായിരുന്നു. വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്ന ഒരാൾ ആ അമ്മയ്ക്ക് ഭർത്താവ് മരിച്ചതാണെങ്കിൽ വിധവാ പെൻഷൻ കിട്ടുമായിരുന്നു. ഭിന്നശേഷിക്കാരാണെങ്കിൽ ആ പെൻഷൻ കിട്ടുമായിരുന്നു. ഇപ്പം കിട്ടുമോ? 3 പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഉത്തരവ് വഴി റദ്ദാക്കിയിട്ട് എന്ത് ചെയ്തു? ഒറ്റ പെൻഷനാക്കി. അപ്പോൾ പെൻഷൻകാരെ സഹായിക്കുകയാണോ? ഈ 1600 വെച്ച് 3 പെൻഷൻ കിട്ടേണ്ട ആളുകൾക്ക് അത് ഒറ്റ പെൻഷനാക്കിയത് പെൻഷൻകാരെ സഹായിക്കാനാണോ ചെയ്തത്? ഇവർ മറുപടി പറയണം. ഒരു പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവരുടെ വിധവാ പെൻഷൻ ഇല്ലാതാക്കിയത് ഈ ഗവൺമെൻറ് അല്ലേ? ഇനി ഇവർ പറയും, ഞങ്ങൾ 60 ലക്ഷം ആളുകൾ കൊടുക്കുന്നു. 60 ലക്ഷം ഉണ്ടാവാൻ കഴിയില്ല, 53 ലക്ഷമാണ്. ബാക്കി ക്ഷേമനിധി പെൻഷനാണ്. ഞാൻ ആ കണക്ക് വായിക്കാം. അതായത് VS അച്യുതാനന്ദൻ ഇറങ്ങി പോകുമ്പോൾ 16 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത്. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മറുപടി പ്രകാരം ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ 34 ലക്ഷം പേർക്കായി അത്. ഇവരിപ്പോൾ പറയുന്ന പ്രകാരമാണെങ്കിൽ എത്രയാ? രണ്ടും കൂടെ ചേർത്ത് 60 അല്ലെങ്കിൽ 53. 16-ൽ നിന്ന് 34 ആക്കിയതാണോ വലിയ കാര്യം? അത് 34-ൽ നിന്ന് രണ്ടും കൂടെ ചേർത്ത് 60. ഞങ്ങളുടെ ഈ രണ്ടും കൂടെ ചേർത്താൽ 42 വരും. 42 ലക്ഷമുണ്ട്. 34,43,414 പേർക്ക് കൊടുത്തു. അതുകൂടാതെ ക്ഷേമനിധി ബോർഡിലുള്ളവർ കൂടെ ചേർത്ത് 42 ലക്ഷം പേർക്ക് ഞങ്ങൾ കൊടുത്തു. 60 ലക്ഷം പേർക്ക് ഇവർ കൊടുക്കുന്നു. ഇപ്പം ഞങ്ങൾ 16-ൽ നിന്ന് 42 ലക്ഷമാക്കി. ഇവർ 42-ൽ നിന്ന് എത്ര വർഷം കൊണ്ടാ? 9 വർഷം കൊണ്ട് 60 ആക്കി. ഇതാണോ വലുത്? അപ്പം നമ്മളിത്
ഇതൊക്കെ പറയുന്നില്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ സാക്ഷിയല്ലേ? എത്രയോ തവണ നിയമസഭയിൽ തന്നെ അമിത് മാഷ് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഇവരൊന്ന് ആവർത്തിക്കുക. കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അയലത്തെ ഒരു അമ്മ ഇത്രയും വാങ്ങിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെയാണ് മറുപടി. അല്ലാതെ മറുപടി പറയേണ്ടത് എന്താ? ഞങ്ങൾ ഈ 18 മാസം ഉമ്മൻചാണ്ടിയുടെ 600, 800, 1200, 1500 താരിഫിലുള്ള ഇതൊന്നും എൻ്റെ കണക്കല്ല കേട്ടോ. ബാലഗോപാൽ നിയമസഭയിൽ എച്ച് സലാമിനും OS അംബികയ്ക്കൊക്കെ കൊടുത്ത മറുപടിയാണ്. ആ തുക ഞങ്ങൾ ആളുകൾക്ക് കൊടുത്തതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട്, ആളുകൾക്ക് കൊടുത്തതിൻ്റെ സർക്കാർ ഉത്തരവ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇനി